നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കള്ളനെ പേടിച്ച് പാഠപുസ്തകത്തിൽ ഒളിപ്പിച്ച 6 പവൻ സ്വർണം ആക്രി കടയിൽ. അതായത് എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ വ്യാപകമായിട്ടുള്ള മോഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത്തരം സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സ്വർണത്തിൻ്റെയൊക്കെ വില കൂടുന്ന സാഹചര്യത്തിൽ സ്വർണം സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമായി മാറുമ്പോൾ കള്ളനെ പേടിച്ചുകൊണ്ട് ഒരു വീട്ടുകാർ തൻ്റെ സ്വർണം 6 പവന്റെ സ്വർണ്ണാഭരണം പാഠപുസ്തകത്തിൽ ഒളിപ്പിക്കുകയും പക്ഷെ അത് നിർഭാഗ്യവശാൽ ആക്രിക്കടയിൽ എത്തുകയും ചെയ്ത റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ആക്രിക്കാർക്ക് പാഠപുസ്തകം നൽകുകയായിരുന്നു. ഇതിനോടൊപ്പം സ്വർണം ആക്രിക്കാർ കൊണ്ടുപോയത് വീട്ടുകാർ അറിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3 ദിവസങ്ങൾക്ക് ശേഷമാണ് തങ്ങളുടെ 6 പവൻ ഇപ്പോൾ ആക്രിക്കടയിലാണ് എന്നുള്ള വിവരം പോലും അവർ തിരിച്ചറിഞ്ഞത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സംഭവം മനസ്സിലാക്കിയ ഉടൻ തന്നെ ആക്രിക്കടയിലെത്തി തൊഴിലാളികൾക്കൊപ്പം നടത്തിയ തിരച്ചിലിൽ 4 ഗ്രാം ഒഴികെയുള്ള സ്വർണ്ണാഭരണങ്ങൾ വീട്ടുകാർക്ക് ലഭിക്കുകയും ചെയ്തു. സ്വർണത്തിന് വേണ്ടിയുള്ള തിരച്ചിലിനിടെ 2 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് സൂര്യതാപം അടക്കം ഏറ്റു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തേവലക്കര പാലയ്ക്കൽ വാടകയ്ക്ക് താമസിക്കുന്ന മണ്ണാന്റെ വടക്കേതിൽ കൈതപ്പുഴയിൽ ഉമ്മർകുട്ടിയുടെ വീട്ടിലാണ് കഴിഞ്ഞ 21 വൈകിട്ട് കുന്നേൽ ജംഗ്ഷനിൽ നിസാറിന്റെ AN ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആക്രിക്കടയിലേക്ക് ഇത്തരത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. വീട്ടിലെ പഴയ സാധനങ്ങളും പുസ്തകങ്ങളും ഉൾപ്പെടെ പെട്ടി ഓട്ടോയിലായിരുന്നു ഇത്തരത്തിൽ സാധനങ്ങൾ കൊണ്ടുപോയി വിറ്റത്. 3-ാം ദിവസമാണ് 23-ാം തീയതിയാണ് രാവിലെ വീട്ടുകാർ സ്വർണം അന്വേഷിച്ചതും അപ്പോൾ പെട്ടെന്ന് ആ കാര്യം ഓർത്തതും. തങ്ങളുടെ സ്വർണം ഈ പറയുന്ന കള്ളന്മാരിൽ നിന്ന് മാറ്റി സംരക്ഷണം ചെയ്തത് സൂക്ഷിച്ചത് ഈ പറയുന്ന പാഠപുസ്തകത്തിലായിരുന്നു. ആ പാഠപുസ്തകങ്ങളാണ് തങ്ങൾ തൂക്കി വിറ്റത് എന്നത് മനസ്സിലാക്കുന്നത്. ഇതോടുകൂടെ അവർ ഉടൻ തന്നെ കടയിലേക്ക് വിവരം അറിയിക്കുന്നു. അപ്പോഴേക്കും പുസ്തകം ഉൾപ്പെടെ സാധനങ്ങൾ മറ്റ് ആക്രികൾക്കൊപ്പം മാറ്റി എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. പക്ഷേ ഉടൻ തന്നെ വീട്ടുകാർ ഓടി ആക്രിക്കടയിലേക്ക് എത്തി. വീട്ടുകാരും 5 തൊഴിലാളികളും ചേർന്നുകൊണ്ട് ആക്രി കൂമ്പാരത്തിൽ നിന്ന് വൈകിട്ട് വരെ തിരച്ചിൽ നടത്തി. അങ്ങനെയുള്ള തിരച്ചിലിനൊടുവിൽ പെട്ടിയിൽ നിന്ന് പുറത്തു വന്ന കമ്മൽ, വള, മോതിരം എന്നിവ അവർക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു. 24-ന് തുടർന്ന് തിരച്ചിലിൽ പെട്ടിക്കുള്ളിൽ നിന്ന് ഒരു മാലയും കൂടെ കണ്ടെത്തി. എന്നാൽ 4 ഗ്രാം ആഭരണങ്ങൾ ഇപ്പോഴും മിസ്സിംഗ് ആണ്. വീണ്ടെടുത്ത സ്വർണം കടയുടമ നിസാർ തെക്കും ഭാഗം പോലീസ് സ്റ്റേഷനിൽ വച്ച് ഉമ്മർകുട്ടിയുടെ ഭാര്യ MS അനിതയ്ക്ക് കൈമാറുകയും ചെയ്തു. അതേസമയം കുറച്ചു കാലമായിട്ട് കേരളത്തിൽ ഇത്തരത്തിൽ ഇവർ പേടിക്കുന്നത് പോലുള്ള മോഷണങ്ങളൊക്കെ വ്യാപകമാകുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇന്ന് തന്നെ 2 തരത്തിലുള്ള മറ്റ് മോഷണ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലയോര മേഖലയിൽ തുടരുന്ന മോഷണ പരമ്പരകളിൽ വലിയ ആശങ്കയിലാണ് പോലീസ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പോലീസിനും ഈ മോഷണത്തിൽ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥ. മുക്കത്ത് SIയുടെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ പട്ടാപ്പകൽ നടന്ന മോഷണത്തിൽ പണവും ഉപകരണങ്ങളും അടക്കമാണ് നഷ്ടമായിരിക്കുന്നത്. സംഭവത്തിൽ അരീക്കോട് പുത്തൻപീടിക സ്വദേശി മിയാസ് ബാബുവിനെ മുക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ടാണ് അങ്ങനെ 3 മണിയോടെ ഒരു മോഷണ റിപ്പോർട്ട് വരുന്നത്. മുത്തേരി കാപ്പുമല വളവിൽ ബേവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തായിട്ട് ഈ പറയുന്നത് പോലെ SIയുടെ വീടുണ്ട്. ആ വീട് അതായത് SI ശ്രീരാഗ് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. ആ വീട്ടിലാണ് പട്ടാപ്പകൽ മോഷണം നടന്നത്. മുക്കത്തെ വ്യാപാരിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വീട്. ഒട്ടേറെ മുറികളുള്ള ഈ വീട്ടിലെ ഒരു മുറിയിലാണ് SI വാടകയ്ക്ക് താമസിച്ചിരുന്നത്. തൊട്ടടുത്ത മുറിയിൽ വീട്ടുടമയുടെ ഉടമസ്ഥതയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികളാണ് താമസിച്ചിരുന്നത്. വൈകിട്ട് 3 മണിയോടെ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരായ സനീഷ് വീടിന്റെ പ്രധാന വാതിൽ തുറന്നപ്പോഴാണ് അപരിചിതനായ ഒരാളെ വീടിനകത്ത് കാണുന്നത്. 2 പേർ ഓടി രക്ഷപ്പെടുന്നത് കണ്ടതോടെ സംശയം തോന്നിയ സനീഷ് മിയാസ് ബാബുവിനെ കീഴ്പ്പെടുത്തി മുക്കം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഉടനെ സ്ഥലത്തെത്തിയ മുക്കം പോലീസ് മിയാസ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് മോഷണ വിവരം മനസ്സിലാക്കുന്നത്. വീടിന്റെ പിന്നിൽ വാതിൽ നിന്ന് കുത്തിപ്പൊളിച്ചുകൊണ്ടാണ് 3-അംഗ സംഘം മോഷണം നടത്താൻ വേണ്ടി വീടിനകത്ത് കയറിയത്. മോഷണ സമയത്ത് വീട്ടിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. വീടിനകത്തെ 3 വാതിലുകളും തകർത്ത പ്രതികൾ മുറികൾ കുറ്റിയിട്ട് സംരക്ഷിക്കുകയായിരുന്നു. SIയുടെ താമസ സ്ഥലത്ത് നിന്ന് 8500 രൂപയും പവർ ബാങ്കും ഡ്രിമ്മറും ഓടി രക്ഷപ്പെട്ട പ്രതികൾ കയ്യിൽ കൊണ്ടുപോയിട്ടുണ്ട്. ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ വീടിന് പുറത്ത് എത്തിച്ചുവെങ്കിലും അവർക്കത് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല.
ബെവറേജസ് ഔട്ട്ലെറ്റിലെത്തി മദ്യപിച്ച ശേഷം പ്രതികൾ മദ്യലഹരിയിൽ മോഷണം നടത്തുകയായിരുന്നു എന്നാണ് നിലവിലത്തെ സൂചന. കൂടെയുണ്ടായിരുന്ന മോഷ്ടാക്കളെ കുറിച്ചുള്ള വ്യക്തമായ സൂചന ലഭിച്ചതായിട്ടും ഉടൻ അവരെ പിടികൂടുന്നതായിട്ടും മുക്കം പോലീസ് അറിയിക്കുന്നു. മലയോര മേഖലയിൽ അടുത്തിടെ നടന്ന മോഷണങ്ങളിൽ പ്രതികളെ പിടികൂടാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നതിനിടയിലാണ് മുക്കത്ത് SIയുടെ താമസ സ്ഥലത്ത് വെച്ച് ഇവർ മോഷണം നടത്തുന്നത്. അത് മാത്രമല്ല, ഈ പോലീസുകാർക്ക് മാത്രമല്ല, ഏറ്റവും വലിയ വേദനയായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ ചൂരൽമലയിലെ ആ ഉരുൾപൊട്ടൽ, ആ ഒരു ഭൂമിയിലും ഇത്തരത്തിൽ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവിടെ അതായത് ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ പോലും വീടുകളിൽ മോഷണം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത്. ആൾതാമസമില്ലാത്തതും പൂട്ടിക്കിടക്കുന്നതുമായിട്ടുള്ള വീടുകളിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ ഒട്ടേറെ വീട്ടുപകരണങ്ങളാണ്, കാർഷിക ഉപകരണങ്ങൾ, കുടിവെള്ള ടാങ്കറുകൾ ഉൾപ്പെടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വീട്ടുടമകൾ നൽകുന്ന പരാതികൾ. കഴിഞ്ഞ ദിവസം മുണ്ടക്കൈ ചിറയ്ക്കൽ സുലൈമാന്റെ വീട്ടിൽ നിന്ന് പുതപ്പുകൾ, ഗൃഹോപകരണങ്ങൾ, പണിയായുധങ്ങൾ എന്നിവ മോഷണം പോയതായിട്ടും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം സുലൈമാനും കുടുംബവും മേപ്പാടി പൂത്തക്കൊല്ലിയിലാണ് താമസം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം മുണ്ടക്കൈയിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അവർ അറിയുന്നത്. വീടിന്റെ മുൻവാതിലിൽ തകർന്ന നിലയിൽ കണ്ടതിനെ തുടർന്ന് സുലൈമാൻ കയറി അകത്ത് പരിശോധന നടത്തുകയായിരുന്നു. കഴിഞ്ഞ മാസവും ഇതേ വീട്ടിൽ തന്നെ വാട്ടർ ടാങ്കും മോട്ടോറും അനുബന്ധ ഉപകരണങ്ങളും മോഷണം പോയതായാണ് സുലൈമാൻ പറയുന്നത്. തുടർ നടപടികളുമായി മേപ്പാടി പോലീസിൽ പരാതി നൽകി. ആൾതാമസമില്ലാത്ത മേഖലകളിലെ കൃഷിയിടങ്ങളിൽ നിന്ന് കാർഷിക വിളകളും മോഷണം പോകുന്നതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഉരുൾപൊട്ടലിന് ശേഷം മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല ദുരന്ത മേഖലകളിൽ ആൾതാമസമില്ല. നോ ഗോൺ സോൺ മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ഇവിടേക്ക് പുറത്തു നിന്നുള്ളവർക്ക് പ്രവേശിക്കണമെങ്കിൽ പാസ് നിർബന്ധവുമാണ്. വീടുകളിലേക്കും മറ്റും പോകണമെങ്കിൽ നാട്ടുകാർ ആധാർ കാർഡും മറ്റ് രേഖകളും കാണിക്കേണ്ടി വരും. പോലീസിന്റെ കർശന പരിശോധനയും ചൂരൽമല ടൗണുകളിൽ ശക്തമാണ്. എന്നിട്ട് പോലും ദുരന്ത മേഖലകളിൽ ഇത്തരത്തിൽ മോഷണം വ്യാപകമാകുന്നു എന്ന് പറയുന്നത് പോലീസിനും ഒരു തലവേദനയാണ്. ഉരുൾപൊട്ടൽ ദുരന്ത നാളുകളിൽ മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ മോഷണം വ്യാപകമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സന്നദ്ധ പ്രവർത്തകരെന്ന വ്യാജേനയായിരുന്നു അന്നത്തെ മോഷണങ്ങൾ. ഒട്ടേറെ വീടുകളിൽ നിന്ന് സ്വർണമടക്കമുള്ളവ അന്ന് മോഷണം പോയിരുന്നു. വ്യാപക പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് അന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ ദുരന്ത മേഖലകളിൽ പട്രോളിംഗ് ശക്തമാക്കിയതും സന്നദ്ധ പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയതും. ഒരിടവേളയ്ക്ക് ശേഷമാണ് ദുരന്ത മേഖലയിൽ വീണ്ടും മോഷണം വ്യാപകമാകുന്നത്. മോഷണത്തിന് പിന്നിൽ ഒരു സംഘം തന്നെയുണ്ട് എന്നാണ് വീട്ടുടമസ്ഥർ പറയുന്നത്. മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നും രാത്രി പട്രോളിംഗ് ശക്തമാക്കി മാറ്റണമെന്നുമാണ് വീട്ടുടമസ്ഥരുടെ ഇപ്പോഴത്തെ ആവശ്യം.